അപ്പോഴേ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ആവശ്യത്തിന് കിട്ടാവുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന രീതി കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ടെറസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇതിന് മുന്നേ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷനും കൂടിയാണ് കായ ഉണ്ടായത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, എന്നാ വായോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കേട്ടോ. കായായി വരുന്ന സ്റ്റേജാണ്. അപ്പം ഫസ്റ്റ് പൂവിട്ട് ഇത്രയും വലുപ്പത്തിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്നും പിന്നെ ഇതാണ് അടുത്തതായിട്ട് നിൽക്കുന്നത്. ഇത് ഇത്രയും വലുതായി. ഇനി ഏകദേശം 2 ദിവസം കൊണ്ട് ഇത് പൂ വിരിയും കേട്ടോ. 2 ദിവസം വേണ്ട, ഒരു നാളെ കൊണ്ടൊക്കെ ചിലപ്പം പൂ വിരിയാൽ മതി. മഴ പെയ്യുന്നത് കൊണ്ട് ആ പൂ ക്ലിയറായിട്ട് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വേണ്ട, ഒരു ക്യാനിൽ ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാനിലും പിന്നെ തൊട്ട് താഴെ ചെറിയ ചാക്കൊക്കെ വെച്ച് അതിലാട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാനിൽ ഞാൻ ആദ്യം ലേശം മണ്ണൊക്കെ കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ നല്ല ചാണകപ്പൊടിയും ആട്ടും കാഷ്ടം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ഡ്രാഗൺ ഫ്രൂട്ട് സെറ്റ് ചെയ്തത്. അതിനുശേഷം ചെറിയൊരു കമ്പ് വെച്ച് കൊടുത്ത് ഇതിലേക്ക് ചിമ്മിനിയിലേക്ക് ഞാൻ കയറ്റിയതാണ് കേട്ടോ. അതിങ്ങനെ കയറി പടന്ന് ഏകദേശം ഒരു 2 വർഷത്തിന് മേലെ കേട്ടോ ഇത് ഇത്രയായിട്ട്. കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ കിട്ടിയിരുന്നതാ. ഇത് വേണ്ട, ഇവിടെ ഒരു കായുണ്ട്. കായ ആയില്ല, പൂ വിരിയാനായിട്ടുണ്ട്. ഒരു പൂ ഇവിടെ ഉണ്ട്. പിന്നെ അതിങ്ങനെ പടന്ന് ഇതിങ്ങനെ നമ്മൾ താഴോട്ട് തൂക്കിയിട്ടാൽ മാത്രമേ കായ ഒത്തിരി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ അന്വേഷിച്ചിരുന്നു. അപ്പം ഓരോരുത്തരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ താഴോട്ട് തൂങ്ങി നിന്നാൽ ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷമാണ് ഞാൻ താഴോട്ട് തൂക്കി കൊടുത്തത്. ഈ കമ്പിയൊന്നും ഇതിനു വേണ്ടി ചെയ്തല്ല കേട്ടോ, ഞാനൊരു കിളിക്കൂടിന് വേണ്ടി സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് പകുതിയിൽ നിന്നു. അതുകൊണ്ട് കമ്പിയെ കൂടെ അവരങ്ങ് കയറി പടന്നു. അപ്പോൾ അടുത്തൊരു പൂവാണിത്. ആ പൂവിൻ്റെ തൊട്ടടുത്ത് കായയുടെ ഏകദേശം സ്റ്റേജ് എത്തി. കായായി കേട്ടോ. ഇനിയിപ്പോൾ ഒരു 1 മന്ത് കൊണ്ടൊക്കെ തന്നെ ഇത് പഴുക്കും. അപ്പോൾ നമുക്ക് പറിച്ച് തിന്നാം. ഓക്കെ, നമുക്ക് വീടുകളിലൊക്കെ വിശ്വസിച്ച് തിന്നാം. നമ്മൾ തന്നെ നട്ടുണ്ടാക്കിയതാണല്ലോ, വിഷമൊന്നും ഇല്ലാത്ത. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനെക്കുറിച്ച് അറിവുള്ളവർ എനിക്ക് പറഞ്ഞത്. ഇത് കണ്ടോ, ഇതൊരു പൂവായിരുന്നു. അത് വിരിഞ്ഞിട്ടില്ല. പക്ഷേ ഇതുണ്ടോ, ഇതിൻ്റെ ഈ അറ്റം ഫുള്ള് ഉറുമ്പ് കയറി തിന്നു പോകുന്നുണ്ട് എല്ലാത്തിനും. ഇതുണ്ട് ഇവിടെ എനിക്ക് തിന്നു പോയിരിക്കുന്നത്. അതുപോലെ ഒത്തിരി ഇതിൻ്റെ ഈ അറ്റം മുഴുവനും ഉറുമ്പ് തിന്നു പോകും. എന്താണെന്ന് അറിയുന്നവരൊന്നും എനിക്ക് കമൻറ്റ് ചെയ്ത് തരണേ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരെ. ഇതുണ്ടോ, എനിക്ക് ആകെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അറിയുന്നവർ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരണേ. ഇത്രയാണ് മൊത്തത്തിൽ പടർന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ നട്ടു വളർത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. കായായി പൂവായി അവിടെയുണ്ട്. അതാണോ, അതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പൂക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.